വംശത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റങ്ങളും തലമുറ മാറ്റങ്ങളും വരുത്തിയ വലിയ കണ്ടുപിടുത്തങ്ങളും വിപ്ലവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാർഷിക വിപ്ലവവും വ്യാവസായിക വിപ്ലവവും വാർത്താവിനിമയത്തിന്റെ കുതിച്ചുകയറ്റവും ഇന്റർനെറ്റിന്റെ വ്യാപനവും ഒക്കെ മനുഷ്യവംശത്തിന്റെ തലവര തന്നെ മാറ്റിമറിച്ചതാണ്. തലമുറ മാറ്റത്തെ തന്നെ വഴിവെച്ച അത്തരം മാറ്റങ്ങളിൽ 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റമാണ് നിർമ്മിത ബുദ്ധിയുടെ വ്യാപനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് ഏറെ സ്വാധീനമില്ലാത്ത ഒരു മേഖലയും ഇല്ലെന്ന് തന്നെ പറയാം. നിർമ്മിത ബുദ്ധി എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നുണ്ട്. മനുഷ്യബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെ യുക്തിചിന്തയോടുകൂടി വീണ്ടും വിചാരത്തോടുകൂടി കാര്യകാരണബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന തരത്തിൽ യന്ത്രങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുക എന്നതാണ് നിർമ്മിത ബുദ്ധി എന്ന് നമുക്ക് പൊതുവായി പറയാം. അങ്ങനെ ചെയ്യുമ്പോഴും മനുഷ്യന്റെ വൈകാരിക പ്രതികരണങ്ങളെ അതേപോലെ ഉൾക്കൊള്ളാനോ പ്രതികരിക്കാനോ ഇത്തരം മെഷീനുകളെ പരിശീലിപ്പിച്ചെടുക്കുക എന്നത് ഇപ്പോഴും സാധ്യമായിട്ടില്ല എന്ന് തന്നെ പറയാം. എങ്കിൽ പോലും മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ ഭൗതികവും ശാരീരികവുമായ അധ്വാനം ഒട്ടേറെ ലഘൂകരിക്കാനും കുറച്ചുകൂടി ആയാസകരവും സുന്ദരവുമാക്കി തീർക്കാനും നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം മനുഷ്യരെ സഹായിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാലയവും അധ്യാപകരും ഒക്കെ അപ്രസക്തമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ChatGPT പോലുള്ള മോഡലുകളിൽ നിന്ന് വിജ്ഞാനത്തിന്റെ ഏത് സ്രോതസ്സുകളെയും ആശ്രയിച്ച് അറിവ് സമ്പാദിക്കാനും അറിവ് വിനിമയം ചെയ്യാനും കഴിയുന്ന അപാരമായ സാധ്യതയാണ് നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. ആരോഗ്യരംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും കലാരംഗത്തുമൊക്കെ ഏയുടെ സ്വാധീനം വളരെയേറെയുണ്ട്. ആരോഗ്യരംഗത്ത് അതിസങ്കീർണമായ ചികിത്സാ രീതികൾക്ക് ഡോക്ടർമാരുടെ ഒപ്പം നിന്ന് കൈത്താങ്ങായി നിൽക്കാൻ നിയന്ത്രിത മെഷീനുകൾക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ ദൃശ്യകലകളിൽ ദൃശ്യവിസ്മയമൊരുക്കാൻ ടൂളുകൾ വളരെ ഭംഗിയായി ഉപയോഗിക്കുന്നുണ്ട്. സിനിമയുടെയും മറ്റും ദൃശ്യ സാധ്യതകളെ അതിരില്ലാതെ വളർത്താൻ സാങ്കേതിക വിദ്യ മനുഷ്യർക്ക് വളരെയേറെ സഹായകരമാണ്. ചിത്രരചന, സാഹിത്യരചന പോലുള്ള സർഗാത്മകമായ പ്രവൃത്തികൾ പോലും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ടൂളുകൾ ഉപയോഗിച്ച് ഈ ലോകത്തിലെ ഏത് ചിത്രകാരന്റെയും ചിത്രങ്ങളോട് കിടപിടിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിക്കാൻ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് ചിത്രരചനയോ സാഹിത്യരചനയോ നടത്തുന്നതിന്റെ ഒരു സർഗാത്മകമായ പ്രക്രിയയായി കാണാൻ കഴിയില്ല. മാത്രവുമല്ല അവിടെ കലാസൃഷ്ടിയുടെ നൈതികത നഷ്ടപ്പെടുന്നു എന്ന അപകടവുമുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന ചിത്രങ്ങളെയോ വീഡിയോകളിലോ കള്ളമേത് സത്യമേത് എന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും വലിയ അപകടം. ഈ കാലഘട്ടത്തെ തന്നെ പറയുന്നത് സത്യാനന്തര കാലം എന്നാണ്. കള്ളങ്ങൾ പലവട്ടം പറഞ്ഞ് സത്യമാക്കി തീർക്കുന്ന ആ അപകടാവസ്ഥയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രം രക്ഷകനോ ശിക്ഷകനോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുക ബുദ്ധിമുട്ടാണ്. ശാസ്ത്രം രക്ഷകനുമല്ല ശിക്ഷകനുമല്ല. അത് ഉപയോഗിക്കുന്ന മനുഷ്യരാണ് ശാസ്ത്രത്തെ രക്ഷകനും ശിക്ഷകനുമാക്കി തീർക്കുന്നത് എന്ന് പറയുന്നത് പോലെ സാങ്കേതിക വിദ്യ അപാരമായ സാധ്യതകൾ ഉള്ളതും മനുഷ്യ ജീവിതത്തെ കുറച്ചുകൂടി ആയാസകരവും സുന്ദരവുമാക്കി തീർക്കാൻ കഴിയുന്നതും മനുഷ്യന്റെ സാധ്യതകളെ അതില്ലാതെ വളർത്താൻ കഴിയുന്നതുമാണ്. പക്ഷെ അതിനെ ഏറ്റവും നീചവും നികൃഷ്ടവുമായി മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുമെന്നതുകൊണ്ട് അതിനെ വകതിരിവോടുകൂടി നിർമ്മിത ബുദ്ധിയെ ഉപയോഗിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ സാമൂഹിക ജീവിതം കുറച്ചുകൂടി സുന്ദരവും ഈ ഭൂമി കുറച്ചുകൂടി മനോഹരവുമായി തീരുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.